ഈ പെരുന്നാൾ പ്രധാനമായിട്ടും ദൈവമാതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ആ മാതാവിൻ്റെ ധന്യതയെ പുകഴ്ത്തുന്ന കീർത്തിക്കുന്ന പെരുന്നാളാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ പ്രത്യേക മധ്യസ്ഥ എന്ന് പറയുന്നത് മാതാവ് തന്നെയാണ്. തിരുസഭ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ വിശുദ്ധന്മാരിലും പ്രഥമ സ്ഥാനം കന്യക മറിയാമിനാണ്. അതിന്റെ കാരണം കന്യക മറിയാമിന്റെ യോഗ്യതയെ നിർണയിച്ചത് വിശുദ്ധനായ ദൈവത്തിന് തന്നെ അമ്മയാകുവാനായിട്ട് യോഗ്യതയുള്ളവളെന്ന് സ്വർഗം കണ്ടെത്തിയ അമ്മയാണ്. മറ്റുള്ള വിശുദ്ധന്മാരൊക്കെയും അവരുടെ പ്രവർത്തനം കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും തിരുസഭയാണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ദൈവത്തിന് നിയോഗം പ്രാപിച്ചവരാണെന്ന് ഓർക്കുമ്പോഴും കാലങ്ങളായി പിറന്ന മനുഷ്യജാതിയിൽ നിന്ന് ഏത് നൂറ്റാണ്ടിൽ ഏത് കാലഘട്ടത്തിൽ തനിക്ക് മനുഷ്യാവതാരം ചെയ്യണം, ആ സമയത്ത് തനിക്ക് അമ്മയാകുവാൻ ആരായിരിക്കണം? നമ്മുടെയൊക്കെയും ചിന്തയിൽ സാറ അബ്രഹാമിന്റെ ഭാര്യ, റബേക്ക, റാഹേൽ, ഇങ്ങനെയൊക്കെയുള്ള അതിവിശുദ്ധ വനിതകളുണ്ട്. കാലം പിൻചെന്നപ്പോൾ നിരവധി വിശുദ്ധ ജീവിതം നയിച്ചവരുണ്ടായിരുന്നു. പക്ഷെ ദൈവം നോക്കിയപ്പോൾ ഈ ബാലികയാണ് മോസ്റ്റ് ആപ്റ്റ് എന്ന് പറഞ്ഞു. എല്ലാവരുടെ യോഗ്യതയുടെ ഏറ്റവും കൂടുതൽ യോഗ്യത ഈ അമ്മയ്ക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? എൻ്റെ മനസ്സിൽ ഇന്നത്തെ ചിന്തയായിട്ട് ഉയർന്നു വരുന്നത് സ്ട്രാറ്റജി ഓഫ് സൈലൻസ്. മൗനത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതിനേക്കാൾ മൗനത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മെ കാണിച്ചു തന്നിരിക്കുകയാണ് അമ്മ. അമ്മയുടെ വാക്കുകൾ അധികമൊന്നും തിരുവചനത്തിൽ പറയുന്നില്ല. എന്നാൽ പറയുന്നതെല്ലാം വളരെ ശാന്തമായ വാക്കുകളാണ്. ഈ ശാന്തത പലപ്പോഴും പറയുന്നത് സുവിശേഷകന്മാർ അമ്മ എല്ലാം സംഗ്രഹിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒന്നിനെ കുറിച്ചും വിചിന്തനം ചെയ്യാനുള്ള സമയം നമുക്കില്ല. മറിച്ച് ഉടൻ തന്നെ മറുപടി പറയണം. എല്ലാറ്റിനും, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നമ്മുടെ ഒരു റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഇതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം പലരും നമ്മോട് പറയുന്ന വാക്കുകൾക്ക് അതിൽ ശക്തമായ മറുപടി തിരിച്ചു കൊടുക്കണമെന്നുള്ള ചിന്ത. പലരും എന്താണ് പറയുന്നതെന്ന് മുഴുവൻ ഗ്രഹിക്കാതെയാണ് മറുപടി പറയുന്നത്. ബന്ധങ്ങളും ഇല്ലാതാകുന്നതും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കും, ഇന്നയാള് ഇങ്ങനെ പറയുള്ളൂ, അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ് നല്ലതായിരിക്കാം, പക്ഷെ മനസ്സിൽ ഈ മുൻവിധി ഉള്ളത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥ സാരാംശം ഗ്രഹിക്കാൻ കഴിയാതെ നാം റിയാക്ട് ചെയ്യും. അവിടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, സംഗ്രഹിക്കുക. പറയാൻ വരട്ടെ, സമയമുണ്ട്. പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ടായിരിക്കണം ദൈവം ശാന്തമായി ബാലികയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ ഭൂമിയിൽ പിറക്കുവാൻ നിന്നെയാണ് എനിക്ക് ആവശ്യം. എത്രയോ ആളുകൾ ആ കാലഘട്ടത്തിലും നിലവിലുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് യേശുബായിയെ കുറിച്ച് ചിന്തിക്കാം. ആ അമ്മയ്ക്കല്ലേ കൂടുതൽ സാധ്യത കൽപ്പിക്കേണ്ടത് എന്നത്. പക്ഷെ എല്ലാറ്റിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ദൈവപുത്രൻ അമ്മയാകുവാൻ, അതാണ് അമ്മയുടെ പ്രാധാന്യം. സംഗ്രഹിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ശാന്തമായി
സന്തോഷമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്കും അങ്ങനെ ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ശാന്തമായിട്ട് സൈലന്റായിട്ട് പ്രതികരിക്കാൻ സാധിക്കുമെന്ന് എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കൽ ഉണ്ടായി. ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ വിദേശത്തൊന്ന് പോയപ്പോൾ അവിടെ നമ്മൾ വന്ന് വിമാനം ഇറങ്ങുന്നത് എയർ കണ്ടീഷൻ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറുമ്പോൾ അതിനകത്ത് AC ആണ്. അത് കഴിഞ്ഞ് പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ മുറികളും AC ആണ്. ഓരോ വീടുകളിൽ പോയപ്പോൾ അവിടെയും AC ആണ്. ഏതാണ്ട് കുറച്ച് മാസങ്ങൾ അവിടെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഒട്ടും വിയർക്കാതെ ആളുകളൊക്കെ സന്തോഷമായി ഇടപെടുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരേണ്ട ആവശ്യം എന്താണ്? നമുക്ക് നല്ല സ്വഭാവമുള്ളവരായിക്കോട്ടെ. അതിനുശേഷം കുറെ നാൾ ഞാൻ അങ്ങനെ പരിശീലിച്ചു. ആരെന്ത് പറഞ്ഞാലും ദേഷ്യം വരാതെ നോക്കുക. നമുക്കും അങ്ങനെ ചിന്തയുണ്ടാകും. സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംവിധാനങ്ങൾ, ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, സെറ്റിൽഡ് ആണെങ്കിൽ, നാം സെറ്റിൽഡ് ആണെങ്കിൽ നമുക്ക് ശാന്തമായി ജീവിക്കാനായിട്ട് കഴിയും. ആളുകളോടൊക്കെ ഭംഗിയായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. ഈ ഒരു ശാന്തത അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ ചൂടന്മാരായിരിക്കും. അവിടെ ചൂടുണ്ടായിരിക്കും ക്ലൈമറ്റ്. ദൂരെ പോകുന്നതോറും അവിടെ തണുപ്പ് ഇങ്ങനെ വന്ന് അവസാനം ഐസായിട്ട് മാറും. ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും അത്രേ. സായിപ്പന്മാരുടെ സ്വഭാവമൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. തണുപ്പ് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാലും പലസ്തീൻ ഈ ചൂടന്മാരുടെ രാജ്യത്ത് തന്നെയാണ്. മരുഭൂമിയുടെ ഓരോ പറ്റിയാണത്. അവിടുത്തെ ആളുകളുടെ പ്രത്യേകതയല്ല അത്. അങ്ങനെയെങ്കിൽ മാതാവിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു അത്. ശാന്തമായി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു മനസ്സ്. ഈ ഒരു ശാന്തത ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഓർക്കണം, ഏതിനും ഉടനെ ഉത്തരം പറയരുത്. ഒന്ന് കേൾക്കാനുള്ള മനസ്സ്. മാത്രമല്ല അത് പറഞ്ഞ ആളുകളുടെ അവസ്ഥയും കൂടി ഒന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ആ ദേഷ്യം അങ്ങോട്ട് പറഞ്ഞു തീർത്തതായിരിക്കും, അതൊക്കെ തീർന്നു. പക്ഷെ വീണ്ടും നമ്മൾ മാന്തി അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട. ഇങ്ങനെ ഒരു മനോഭാവം നമുക്ക് കിട്ടുന്നു. ശാന്തത, സംഗ്രഹിക്കാനുള്ള ഒരു മനസ്സ്. ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് സൈലൻസ്. മാതാവിന് ദേഷ്യം വരാനുള്ള ഒരു രംഗം ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഏതാണ്ട് 12 വയസ്സായപ്പോൾ ഈ മോൻ ഒരു പണി ഒപ്പിച്ചു. അമ്മ വളരെ വേദനയോടെ മകനെ തിരഞ്ഞു നടന്നു 3 ദിവസം. ഒടുവിൽ അവനെ കണ്ടെത്തിയപ്പോൾ ശരിക്കും അമ്മമാരെ എങ്ങനെയാണ് പറയേണ്ടത്? ഈ അമ്മ പറഞ്ഞത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മോനെ, നിന്റെ പിതാവും ഞാനും എത്രമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാം. അത് മതി. ദേവാലയത്തിൽ സ്ഥിരം വസിക്കാനായി തീരുമാനിച്ച ആ മകൻ ശാന്തനായി അമ്മയോട് കൂടെ തിരിച്ചു വരികയാണ്. അവിടെ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന്റെ പ്രധാന വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അത് സൂചിപ്പിക്കാം. മകനെ, നിന്റെ പിതാവും ഞാൻ. ആദ്യം അമ്മ സ്ഥാനം കൊടുത്തത് അപ്പന് തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും അത്ര സന്തോഷമാകില്ല, പ്രത്യേകിച്ച് ഈ തലമുറയ്ക്ക്. ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങൾ അനുഗ്രഹീത മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കേണ്ട രംഗങ്ങളിൽ എത്ര ശാന്തതയോടുകൂടെ പ്രതികരിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമുണ്ടായി. ഇതെന്റെ പിതാവിന്റെ ഭവനമാണ്, ഞാൻ ഇവിടെയല്ലേ വസിക്കേണ്ടതെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മയുടെ ഈ ശാന്തമായ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിച്ച്
നസ്രയത്തിലേക്ക് പോവുകയാണ്. നമുക്കൊക്കെ വിചാരമുണ്ട്, ദേഷ്യപ്പെട്ട് നമ്മുടെ ബലം കാണിച്ച ആളുകളെ വരുതിയിലാക്കാറുണ്ട്. വെറുതെയാണ്. കുഞ്ഞിനോട് പോലും ദേഷ്യപ്പെട്ട് നന്നാക്കാമെന്നൊന്നും ആരും മാതാപിതാക്കളും അധ്യാപകരും വിചാരിക്കണ്ട. സ്നേഹത്തോടു കൂടെ അവനെ തൊടേണ്ടത് അവന്റെ ഹൃദയത്തിലാണ്. അവന്റെ ഹൃദയത്തിലൊന്ന് തൊടാൻ കഴിയുമെങ്കിൽ അവൻ തിരിച്ചു വരും. അവൻ വീട് വിട്ടുപോയ അർത്ഥത്തിലല്ല പറയുന്നത്. അവൻ മാതാപിതാക്കളിൽ നിന്ന് മാനസികമായി അകന്ന് ആധുനിക തലമുറയുടെ എല്ലാ പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും പെട്ടുടരുന്നുണ്ടെങ്കിൽ അമ്മയപ്പന്മാരെ അവർക്ക് അവരുടെ ഹൃദയത്തിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ, അവരുടെ ഹൃദയത്തിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ നീ അവരെ നേടി. അങ്ങനെയുള്ള അമ്മയപ്പന്മാരാകാൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവമാതാവ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്നത് കൊണ്ട് തൻ്റെ കൂടെ ദൈവപുത്രനുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരവും അതൊന്നും അല്ലായിരുന്നു അമ്മയുടെ ആ ശാന്തതയുടെ രഹസ്യം. അതിനെ പഠിക്കുകയാണെങ്കിൽ ഏർലി മദർഹുഡ് എന്ന് പറയുന്നത് അമ്മയുടെ ആദ്യകാല അനുഭവങ്ങൾ, പ്രഗ്നന്റ് ആയത് മുതലുള്ള ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. ദൈർഘ്യമേറിയ യാത്ര നസ്രയത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക്. അവിടെ ഒട്ടും സൗകര്യങ്ങളില്ലാത്തിടത്ത് പ്രസവിക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ആരോ കൊല്ലുമെന്ന് പറഞ്ഞത് ഓടുകയാണ് എവിടേക്ക്? ഈജിപ്തിലേക്ക്. ഇതൊക്കെയാണ് അമ്മയുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം. അൺസെറ്റിൽഡ് ആയിരുന്നു അമ്മ. എന്നിട്ടാണ് ഈ ശാന്തമായ പ്രതികരണം. ഓർക്കുക, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനും ശാന്തത കൈവരിക്കും എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ശാന്തതയോടെ പ്രതികരിക്കാനുള്ള ഒരു ഭാവം. അതൊക്കെയാണ് വിശുദ്ധി. ഈ അമ്മയിൽ നിന്ന് അത് നമ്മിലേക്ക് സംക്രമിക്കപ്പെടണം. മറ്റൊരു രംഗം ഞാൻ ഓർക്കുന്നത്, തന്റെ മകനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാം, അവൻ ദൈവപുത്രനാണെന്ന്. അതുകൊണ്ടായിരിക്കണം കനാവിൽ കല്യാണ വിരുന്നിൽ ഉണ്ടായ അത്ഭുതം. അമ്മ പറയുമ്പോൾ ആ മകന്റെ മറുപടി ശ്രദ്ധേയമാണ്. നമുക്കൊക്കെ ഇതിൽ എന്ത് കാര്യമാണ്, അവർ നോക്കട്ടെ എന്നാണ് മറുപടി പറയുന്നത്. പക്ഷെ അമ്മയ്ക്കറിയാം, അമ്മയുടെ ശാന്തമായ സ്വരം കേൾക്കുമ്പോൾ ആ മകനെ പ്രതികരിക്കാതിരിക്കാനാവില്ല. മകനെ, ഇവർക്ക് വീതില്ല. എന്ത് ശാന്തതയാണ് നമ്മൾ കാണുന്നത്. ഒരു അസ്വസ്ഥതകളുടെ മധ്യത്തിലാണ് അമ്മ പറയുന്നത്. ആ മകനെ അനുസരിക്കുന്നു, അക്ഷരം പ്രതി അനുസരിക്കുന്നു. അവരുടെ വീഞ്ഞിന്റെ കുറവ് അങ്ങ് തീർത്തു കൊടുക്കുന്നു, പ്രതീക്ഷിച്ചതിലുപരിയായിട്ട്. മറ്റൊരു രംഗം സഭാപിതാക്കന്മാരുടെ ധ്യാനത്തിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഗാനം ഒരു പിതാവ് എഴുതിയത് ഇങ്ങനെയാണ്: ചൊന്നാൾ മറിയാം നിൻ ശക്തിയ നിന്നെ വഹിച്ചേൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. അത് പറയുന്നത്, കുഞ്ഞിനെ പ്രസവിച്ച് പുൽക്കൂട്ടിൽ കിടത്തിയപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മയാണ്, ദൈവപുത്രന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ്, രാജാവിന്റെ അമ്മയാണ്. ഒരു വാക്ക് കൽപ്പിക്കുകയേ വേണ്ടൂ. പക്ഷെ അമ്മയുടെ പ്രാർത്ഥന ആ പിതാവ് ധ്യാനാത്മകമായി പറയുന്നത് എങ്ങനെയാണ്? രാജ്ഞിയാണെന്നുള്ള ഭാവമൊന്നുമില്ലാതെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ മാലാഖമാരോട് അവരുടെ ചിറകുകൾ അല്പം ഒന്ന് മാറ്റാനായിട്ട് പറയാമോ? സ്വർഗീയ ഗണങ്ങൾ താരാട്ട് പാടി സന്തോഷിക്കുകയാണ്. മാലാഖമാർ ചിറകടിക്കുന്നു. അമ്മയ്ക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് വിശന്ന് കരയുന്നുണ്ടാകും. അതുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ചിറകുകൾ അല്പം ഒന്ന് മാറ്റാൻ പറയാമോ? എന്തിനു വേണ്ടിയാണ്? കുഞ്ഞിന് മുല കൊടുക്കാനായിട്ട്. കർത്താവേ, പക്ഷമുയർത്തിടുവാൻ അവരോട് നീ കൽപ്പിച്ചിടണമേ. എന്തിനു വേണ്ടിയാണ്? വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാം. അധികാരം ലഭിക്കുമ്പോൾ അഹങ്കാരികളായി മാറുന്ന സമൂഹത്തോട് അമ്മയുടെ ഈ വിനയം. സ്വന്തം പുത്രനെ മാലാഖമാരുടെ തണലിൽ അവൻ വസിക്കുമ്പോൾ ആ ചിറകൽപ്പം ഒന്ന് മാറ്റാനായിട്ട് പറയുമോ? ആ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി, കടന്നുപോടാ എന്ന് പറഞ്ഞാൽ അവരൊക്കെ മാറി നിൽക്കും. അതിന് അധികാരമുണ്ട്. പക്ഷേ ഒരിക്കലും താൻ ദൈവപുത്രന്റെ അമ്മയാണെന്നുള്ള അധികാരം എവിടെയും സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല.
ഓർക്കുക, അല്പമെങ്കിലും അധികാരം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അധികാരമുള്ളവരുടെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ഭാവമുണ്ടെങ്കിൽ കൽപ്പിക്കുന്ന സമൂഹത്തോട് അമ്മ പറയുകയാണ് വിനയത്തോടുകൂടെ. എങ്ങനെയാണ് നിങ്ങൾക്ക് അഹങ്കാരികളാകാൻ കഴിയുക? കാരണം ദൈവം തന്നതല്ലേ ഇതെല്ലാം. ദൈവം തന്നതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരമായാലും പണമായാലും പ്രശസ്തിയായാലും അറിവായാലും ഇതൊക്കെ ദൈവത്തിന്റെ ഭിക്ഷയല്ലേ? ഭിക്ഷക്കാർ പരസ്പരം അഹങ്കരിക്കുമോ? എനിക്ക് ഇന്ന് 1000 ഉറുപ്പ കിട്ടി, നിനക്ക് 100 രൂപയല്ലേ കിട്ടിയുള്ളൂ, അപ്പൊ ആരെ കയറാൻ? അങ്ങനെയുണ്ടോ? 1000 രൂപ കിട്ടിയത് അവന്റെ കഴിവൊന്നുമല്ല, അവന് ഭിക്ഷ കൊടുത്തതാണ് മറ്റുള്ളവർ. ഇതുപോലെയാണ് നമുക്ക് വ്യത്യസ്ത കഴിവുകൾ ഉണ്ടായിരിക്കാം. ദൈവം തന്ന ഭിക്ഷയാണ്. 100 കിട്ടിയവനായാലും 1000 കിട്ടിയവനായാലും ഓർക്കുക, ആ കഴിവ് യഥാവിധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് നീ കുറ്റക്കാരനാകുന്നത്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചതല്ലാതെ മറ്റൊന്നുമില്ല, തന്ന ദൈവമാണ് വലിയവൻ എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ അമ്മയെ പോലെ സമേതം ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതയാത്രയിൽ ഈ അമ്മയുടെ പ്രേരണ ശാന്തത കൈവിടാതെ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. അസ്വസ്ഥതകളിൽ മനസ്സ് അസ്വസ്ഥമാകാതെ ശാന്തമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഇടവക ഏറ്റവും ശ്രേഷ്ഠമായി വളരുന്നു എന്ന് എനിക്കറിയാം. എന്നും മിക്കവാറും ദിവസങ്ങളിൽ മുന്നിലൂടെ പോകുന്നു. ആരാധനയും മറ്റു പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ തേജസ്സോടെ തിളക്കത്തോടെ ഈ ഇടവക തിരുസഭയിലും സമൂഹത്തിലും വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ഓർമ്മയാചരിച്ച പ്രിയപ്പെട്ട കാര്യം ചെയ്ത പൊളിക്കൽ പോസ്തിരുമേനിയുടെ മധ്യസ്ഥതയിൽ മറ്റെല്ലാ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിലും അഭയം തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.